ഹലോ, ഇന്ന് നമുക്ക് ഒരു ട്രിമ്മറിനെ കൊണ്ട് എങ്ങനെ ഫേസ് ട്രിം ചെയ്യാം എന്ന് നോക്കാം. അതായത് ഞാൻ എങ്ങനെയാണ് ഫേസ് സാധാരണയായി ട്രിം ചെയ്യാറെന്ന് നോക്കാം. ആദ്യം മുടിയൊക്കെ ഇങ്ങനെ കെട്ടി വെക്കുകയാണ്. മുടി ഇങ്ങനെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രിം ചെയ്യുമ്പോൾ മുടിയും അതിൻ്റെ കൂടെ ട്രിമ്മാവും. അതുകൊണ്ട് ഫേസിൻ്റെ അകത്തുനിന്ന് മുടിയെ എത്രത്തോളം അങ്ങോട്ടാക്കി വെക്കാൻ പറ്റുമോ അത്രത്തോളം അങ്ങോട്ടാക്കി വെക്കുന്നതാണ്. അതിനുശേഷം ഞാൻ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ തേക്കാണ് ഫേസിൽ ഫുള്ളായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ അടുക്കുള്ളത് നിവ്യയുടെ ഒരു ബോഡി ലോഷനാണ്. ഏത് വേണ്ടിയെങ്കിലും എന്തെങ്കിലും ഒരു സാധനം ഫേസിൻ്റെ അകത്ത് ഇങ്ങനെ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി അപ്ലൈ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ നിവ്യയുടെ ഒരു ബോഡി ലോഷനാണ് ഫേസിൽ തേക്കുന്നത്. ബോഡി ലോഷൻ സാധാരണ ഫേസിൽ തേക്കരുത് അങ്ങനെ പറയും, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യും. എനിക്കത് സംഭവം എന്താ പറയുക, എന്തെങ്കിലും ഒന്ന് ചെയ്യരുതെന്ന് പറഞ്ഞാൽ എനിക്കത് ചെയ്ത് നോക്കാൻ ഭയങ്കര നമുക്കൊരു ടെൻഡൻസി അല്ലേ. അപ്പോൾ അതുകൊണ്ട് ബോഡി ലോഷനാണ് ഫേസിൽ തേക്കുന്നത്. പിന്നെ ബാക്കി വന്നത് കയ്യിലൊക്കെ തേച്ച് ഇങ്ങനെയെങ്കിലൊക്കെ നമ്മളതിൻ്റെ എന്താ പറയണ്ട മൊത്തത്തിൽ ഇങ്ങനെ എത്ര എടുത്തോ അത്രയും നമ്മൾ ഫേസിലും കയ്യിലൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനു മുമ്പ് ഞാൻ ഫേസ് വാഷ് ചെയ്തിരുന്നു. വാഷ് ചെയ്തിട്ട് മാത്രമേ ആക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ മുഖത്ത് പിമ്പിൾസൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ട്രിമ്മറാണ് യൂസ് ചെയ്യുന്നത്. ബോംബെ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ 6-in-1 ട്രിമ്മർ. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഇതിന് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ അത് പോയിട്ട് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഹെഡ്, ഇതിന് 2-3 ഹെഡുണ്ട്. സോ ഈ ഒരു ഹെഡ് വെച്ചിട്ടാണ് ഞാനിത് ഫസ്റ്റ് ഫേസ് ട്രിം ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇങ്ങനെ തിരിക്കുമ്പോൾ അത് ഓണാവും. എന്നിട്ട് ഈ മീശയുടെ ഭാഗത്തൊക്കെ ട്രിം ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ പിമ്പിൾസുള്ള സ്ഥലത്തൊക്കെ ഇത് ഞാൻ ആക്കുന്നുണ്ട്. അപ്പോൾ ആക്കി കഴിഞ്ഞിട്ടാകുമ്പം ആ പിമ്പിൾസുള്ള സ്ഥലത്ത് ഇത് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ മുഖത്ത് കുറച്ച് പിമ്പിൾസ് ഉണ്ട്. ഞാനിങ്ങനെ മാക്സിമം അത് കളയാൻ പറ്റുന്ന അത്രയും കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നല്ലൊരു എന്താ പറയുക സ്മൂത്തായിട്ട് പോകുന്ന ഒരു ട്രിമ്മറാണ്. നമുക്കിത് ഇങ്ങനെ സ്കാർ പോലെ ചില ട്രിമ്മർ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര സ്കാർ, അതായത് നമ്മളിങ്ങനെ മുഖത്തിങ്ങനെ മുറിയുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാവും. ഇതങ്ങനെയൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്തപ്പോൾ എൻ്റെ ആ സൈഡിലുള്ളൊരു മുടി കട്ടായി പോകുന്നുണ്ട് ചെറുങ്ങനെയായിട്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു കയ്യിൽ ഞാൻ മിറർ പിടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ആ സൈഡിലെ മുടി മാറ്റാൻ പറ്റാത്തത് കൊണ്ട് കണ്ടോ ആ മുടി ട്രിമ്മായി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ആകാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അതങ്ങനെയാണ്. അപ്പോൾ ഞാൻ അത് ഓഫ് ചെയ്തു. ഇനി അടുത്ത ഹെഡ് ഞാൻ ഇടാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഹെഡ് ഇങ്ങനെ ഇടാമെന്ന് വെച്ചാൽ അതിങ്ങനെ പിടിച്ച് തിരിക്കുമ്പോൾ അതിങ്ങനെ അഴിഞ്ഞ് വരും. എന്നിട്ടത് അവിടെ ഒരു ആറോ ഉണ്ട്. അപ്പോൾ ആ ആറോക്ക് അനുസരിച്ചിട്ടാണ് അതിനകത്ത് ഇടേണ്ടതും ഊരേണ്ടതും ഒരുപോലെയാണ്. അപ്പോൾ ഞാൻ അടുത്തതായിട്ട് ഈ ഒരു ഹെഡ് ഇടാൻ പോകുന്നത്. ഇവിടെയും അതിൻ്റെ അകത്തും ഒരു ആറോ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ തിരിച്ചിട്ട് ആ ആറോൻ്റെ കണക്കായിട്ട് വെച്ചിട്ട് ഇങ്ങനെ തിരിക്കാം. ഇങ്ങനെ അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഐബ്രോസാണ്. ഐബ്രോ നല്ല എന്താ പറയുക പ്രിസൈസായിട്ട് ട്രിം ചെയ്യാൻ പോവാണ്. അപ്പോൾ സൈഡിലൊക്കെയുള്ള ഹെയർ, അതായത് ഇങ്ങനെ ട്രിമ്മായിട്ട് വന്ന ഹെയറൊക്കെ മാറ്റുക. എന്നിട്ട് ഐബ്രോസിൻ്റെ അടുത്ത് വെച്ചിട്ട് ട്രിം ചെയ്യുക. ഇത് വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ വേണ്ടി, കാരണം കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയി പോയിട്ടുണ്ടെങ്കിൽ ഐബ്രോസ് താഴെ ഇരിക്കും. സോ നല്ല സമയമുള്ള സമയത്ത് ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ മൊത്തത്തിൽ കുളമാവാൻ ചാൻസ് ഉള്ളത് കൊണ്ട് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാം, അല്ലാത്തവർക്ക് നല്ല സമയമുള്ള സമയത്ത് ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഫേസൊക്കെ ഫുള്ളായിട്ട് ട്രിം ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. അങ്ങനെ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നു. എന്നിട്ട് നന്നായിട്ട് അത് തോർത്തിക്കളയാണ്. അതിനുശേഷം ഒരു കാര്യം കൂടി ചെയ്യണം. നമ്മളതൊക്കെ ട്രിം ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ അങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ പിമ്പിൾസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ ഞാൻ പോയിട്ടുള്ള സമയത്തൊക്കെ എനിക്ക് 1-2 പിമ്പിൾസ് കൂടുതലായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷവും
കുറച്ച് മോയ്സ്ചറൈസർ എടുത്തിട്ട് ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല ഇങ്ങനെ ഫേസിൽ നറിഷ്ഡായിട്ടിരിക്കും. കാണാൻ നല്ല രസമുണ്ടാവും. ഗ്ലാസ് സ്കിൻ പോലെയൊക്കെ നമുക്കിത് ചെയ്ത പാട് തോന്നും. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ ഫേസൊക്കെ ട്രിം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ കുറച്ച് ഷോ ആണത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.